നമസ്കാരം, ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്കുള്ള ബാഗേജ് 20 കിലോ ആയി വെട്ടിക്കുറച്ചതിൽ പ്രവാസ ലോകത്ത് പ്രതിഷേധം ശക്തമാകുന്നു. നടപടി ഒരാഴ്ചയ്ക്കകം പുനഃപരിശോധിക്കുമെന്ന് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ. രൂപയുടെ മൂല്യത്തകർച്ച മൂലം വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചത് പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. സൗദിയിൽ വിദേശി തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ ലവി പിൻവലിക്കില്ലെന്ന് തൊഴിൽ മന്ത്രാലയം. വിദേശികളുടെ എണ്ണം 50% കൂടുതലെങ്കിൽ വർഷത്തിൽ 2400 റിയാൽ ലവി നൽകണം. സ്പോൺസർഷിപ്പ് മാറ്റം ലളിതമാക്കുമെന്നും തൊഴിൽ മന്ത്രാലയം. ജനാധിപത്യ പരിഷ്കരണം ആവശ്യപ്പെട്ട് ബഹ്റൈനിലെ മനാമയിൽ വൻ റാലി. മാർച്ച് സമാധാനപരം. കുവൈത്തിൽ വിദേശ എംബസികളിലെ അഭയകേന്ദ്രങ്ങൾ വഴി രോഗങ്ങൾ പടരുന്നതായി റിപ്പോർട്ട്. എത്യോപ്യൻ എംബസിയുടെ അഭയകേന്ദ്രത്തിൽ ക്ഷയരോഗം റിപ്പോർട്ട് ചെയ്തു. ആരോഗ്യ മന്ത്രാലയം വിദേശകാര്യ വകുപ്പിനെ ഉത്കണ്ഠ അറിയിച്ചു. സിറിയക്കെതിരെ അമേരിക്ക സൈനിക നീക്കത്തിന് തയ്യാറെടുക്കുന്നു. മെഡിറ്ററേനിയൻ കടലിൽ അമേരിക്കൻ പടക്കപ്പലായ USS മാഹനെത്തി. സിറിയയെ ആക്രമിക്കുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റ് ബറാക് ഒബാമ. വാർത്തകൾ വിശദമായി. എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്കുള്ള ബാഗേജ് 20 കിലോ ആയി വെട്ടിക്കുറച്ചതിൽ പ്രവാസ ലോകത്ത് പ്രതിഷേധം ശക്തമാകുമ്പോൾ ന്യായീകരണവുമായി അധികൃതർ രംഗത്ത്. പ്രവാസികൾക്ക് ഏറെ ഗുണകരമായ തീരുമാനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കൈക്കൊണ്ടതെന്നാണ് വിശദീകരണം. സൗദിയിൽ ദമാമിൽ നിന്ന് മാത്രമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടന്നത്. ബാഗേജ് കുറച്ചതിലൂടെ കൂടുതൽ യാത്രക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സൗദി കൺട്രി മാനേജർ റിച്ചാർഡ് ഡി ഷെറിൻ പറഞ്ഞു. ഇളവു കാലാവധി പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന ആയിരങ്ങൾക്കാണ് ഈ പ്രയോജനം ലഭിക്കുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അത്യാവശ്യമുള്ളവർക്ക് കേവലം 30 റിയാൽ അധികം നൽകിയാൽ 10 കിലോ ബാഗേജ് കൂടി കൊണ്ടുപോകാനും സാധിക്കും. ഖത്തർ എയർവേസ് പോലുള്ള വിമാന കമ്പനികൾ ബാഗേജ് പരിധി വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ബജറ്റ് എയർലൈനാണെന്നായിരുന്നു മറുപടി. മറ്റ് ബജറ്റ് എയർലൈനുകളെ അപേക്ഷിച്ച് ഏറ്റവും മികച്ച സേവനമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുന്നത്. ബാഗേജുകൾ വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള വിമാന കമ്പനികൾ 1000-ഉം 2000-ഉം രൂപ വൺ വേ ടിക്കറ്റിന് പോലും ഈടാക്കുമ്പോൾ 800-നും 900-നും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ടിക്കറ്റുകൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാരായ പ്രവാസികളെ സഹായിക്കുക മാത്രമാണ് ഈ തീരുമാനത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ദമാമിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിച്ചത് മുതൽ യാതൊരു പരാതിക്കും ഇടം കൊടുക്കാതെ കൃത്യസമയത്ത് തന്നെ സർവീസുകൾ നടത്താൻ സാധിച്ചുവെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം എയർ ഇന്ത്യ നിരന്തരമായി പ്രവാസികളോട് കാണിക്കുന്ന അവഗണനയുടെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് ബാഗേജ് വെട്ടിക്കുറച്ചതെന്ന് KMCC പ്രതിനിധി പറഞ്ഞു. പ്രവിശ്യയിലെ സംഘടനകളെ ഏകോപിപ്പിച്ച് അധികൃതർക്ക് പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് നേതാക്കൾ. മീഡിയ വൺ, ദമാം. എയർ ഇന്ത്യ എക്സ്പ്രസ് ബാഗേജ് വെട്ടിക്കുറച്ചത് ഒരാഴ്ചയ്ക്കകം പുനഃപരിശോധിക്കുമെന്ന് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ സെയ്ദ് നാസർ അലി. സാമ്പത്തിക വാണിജ്യ ഘടകങ്ങളും പ്രവാസി യാത്രക്കാരുടെ ആവശ്യങ്ങളും പരിഗണിച്ചാണ് പ്രശ്നത്തിന് പരിഹാരം കാണുക. ഇന്ത്യൻ മീഡിയ അബുദാബിയുടെ നേതൃത്വത്തിലുള്ള വിവിധ പ്രവാസി സംഘടനാ നേതാക്കൾക്കാണ് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ഉറപ്പ് നൽകിയത്. വൻ തുക നൽകിയാൽ പോലും കേരളത്തിൽ നിന്നും ഗൾഫിലേക്ക് വിമാന ടിക്കറ്റ് ലഭിക്കാനില്ല. ചെറിയ പെരുന്നാളും സ്കൂൾ വെക്കേഷനും ഒരുമിച്ച് വന്നത് സീറ്റ് ലഭ്യത കുറച്ചപ്പോൾ രൂപയുടെ മൂല്യത്തകർച്ച ബാധിച്ചത് ഓണക്കാലത്ത് നാട്ടിലെത്താനുള്ളവരെയാണ്. സെപ്റ്റംബർ 5-ാം തീയതിയിലെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കോഴിക്കോട് ദുബായ് സെക്ടറിലെ സീറ്റ് ലഭ്യതയെക്കുറിച്ചുള്ള വിവരമാണിത്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് 1 മാസം തീരാറാകുമ്പോഴുള്ള സ്ഥിതിയാണിത്. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നും ഉത്തര മലബാറുകാർ ആശ്രയിക്കുന്ന മംഗലാപുരത്തു നിന്നും എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇതേ സ്ഥിതിയാണ്. സാധാരണക്കാർക്ക് അപ്രാപ്യമായ ബിസിനസ് ക്ലാസുകളുടെ അവസ്ഥയും ഇതുതന്നെ. സെപ്റ്റംബർ 3-ലെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കോഴിക്കോട് കുവൈറ്റ് സെക്ടറിലെ നിരക്ക് കേട്ടാൽ ഞെട്ടിപ്പോകും. 32,875 രൂപ. 6,000 രൂപക്ക് വരെ ടിക്കറ്റ് ലഭിച്ചിരുന്ന സെക്ടറുകളിലെ ഉള്ള സീറ്റുകളിലെ നിരക്കിന്റെ സ്ഥിതിയാണിത്. ഇതിനൊരു പോംവഴി നിലയിൽ ചില പാസഞ്ചേഴ്സിനൊക്കെ ഞങ്ങൾ ഗോവ വഴി അല്ലെങ്കിൽ കോയമ്പത്തൂർ വഴി അങ്ങനെ പല റൂട്ടിലും ബോംബെ വഴി അയക്കുകയാണ്. ഇപ്പോൾ ഈവൻ ഡൊമസ്റ്റിക് അത് കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സും ഭയങ്കര കൂടി. ഇപ്പോൾ നാളെയൊക്കെ ബോംബെക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റേറ്റാണ്. ഇതിനിടെ രൂപയുടെ മൂല്യത്തിന് വൻ ഇടിവ് സംഭവിച്ചത് മറ്റൊരു തിരിച്ചടിയായി. എയർ അറേബ്യ പോലുള്ള കമ്പനികൾ നിരക്ക് കണക്കാക്കുന്നത് ദിർഹമിലും മറ്റുമാണ്. ഇത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റപ്പെടുമ്പോൾ നിലവിലെ മൂല്യത്തിനനുസരിച്ച് വൻ തുക നൽകേണ്ടി വരുന്നു. മറ്റു മിക്ക എയർലൈനുകളും ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്കുള്ള നിരക്ക് രൂപയിലാണ് നിശ്ചയിക്കുന്നതെങ്കിലും തിരിച്ചുള്ളത് അതാത് രാജ്യങ്ങളിൽ നിന്നുള്ള കറൻസിയിലാണ്. ഓണക്കാലത്ത് നാട്ടിലെത്താൻ ശ്രമിക്കുന്നവർക്കാണ് ഇത് തിരിച്ചടിയായത്. സാധാരണ ഓണക്കാലത്തുള്ള നിരക്ക് വർധനയ്ക്ക് പുറമെ കുവൈറ്റി ദീനാറിലും UAE ദിർഹത്തിലും സൗദി റിയാലിലും മറ്റും കണക്കാക്കിയ ടിക്കറ്റ് നിരക്കുകളുടെ ഇന്ത്യൻ രൂപയിലുള്ള തുക വളരെ വലുതാകും. ഇർഷാദ് പടന്ന, മീഡിയ വൺ, കോഴിക്കോട്. സൗദി തൊഴിൽ മന്ത്രാലയം വിദേശി തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ ലവി പിൻവലിക്കില്ലെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഏതെങ്കിലും സ്ഥാപനത്തിൽ 50% കൂടുതൽ വിദേശികളുണ്ടെങ്കിൽ അവർക്ക് വർഷത്തിൽ 2400 റിയാൽ ലവി നൽകണമെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിയമം.
സ്പോൺസർഷിപ്പ് മാറ്റത്തിന് ലളിതമായ ചില നീക്കങ്ങൾ സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് പ്രഖ്യാപിച്ച ഇളവുകാലത്ത് തൊഴിൽ മന്ത്രാലയം നടത്തിയിട്ടുണ്ടെന്നും ഇതിൽ ചില നിയമങ്ങൾ ഇളവുകാലത്തിന് ശേഷവും തുടരുമെന്നുമാണ് മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ. നിത്താക്കാത്ത് വ്യവസ്ഥയിൽ ചുവപ്പ് ഗണത്തിലുള്ളവർക്ക് സ്പോൺസറുടെ അനുവാദം കൂടാതെ തന്നെ പച്ചഗണത്തിലുള്ള മറ്റൊരു തൊഴിലുടമയിലേക്ക് മാറാവുന്നതാണ്. ശമ്പളം വൈകിക്കുന്ന സ്പോൺസറിൽ നിന്നും തൊഴിലാളിക്ക് മറ്റൊരാളിലേക്ക് മാറാമെന്നതാണ് മന്ത്രാലയത്തിന്റെ പുതിയ പ്രസ്താവന. 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിക്കലും സൗദി തൊഴിൽ നിയമത്തിലെ 98-ാം അനുച്ഛേദമനുസരിച്ച് നിയമവിരുദ്ധമാണ്. ഇത്തരം തൊഴിൽ പ്രശ്നങ്ങളിൽ പരാതിയുള്ളവർ തൊഴിൽ മന്ത്രാലയത്തെ വിവരമറിയിക്കണം. സൗദിയിൽ വന്നിറങ്ങിയ വിദേശി തൊഴിലാളിക്ക് 90 ദിവസത്തിനകം വർക്ക് പെർമിറ്റും ഇക്കാമയും നൽകാത്ത സ്പോൺസറുടെ നിലപാടും നിയമവിരുദ്ധമായി ഗണിക്കും. ഇത്തരം സ്പോൺസർമാരിൽ നിന്നും തൊഴിലാളിക്ക് മറ്റൊരു സ്ഥാപനത്തിലേക്ക് ആദ്യ സ്പോൺസറുടെ അനുവാദം കൂടാതെ സ്പോൺസർഷിപ്പ് മാറാവുന്നതാണ്. 100 രാജ്യങ്ങളിൽ നിന്ന് 70 ലക്ഷത്തിലധികം വിദേശികൾ തൊഴിലെടുക്കുന്ന സൗദിയിൽ 20 ലക്ഷത്തിലധികം സ്വദേശികൾ തൊഴിൽരഹിതരായിട്ടുണ്ടെന്നാണ് മന്ത്രാലയത്തിന്റെ കണക്ക്. മീഡിയ 1 റിയാദ്. കുവൈത്തിൽ തപാൽ വകുപ്പ് സ്വകാര്യവൽക്കരിക്കാൻ സാധ്യത. ഇത് സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ ഗതാഗത മന്ത്രി ഈസ അൽക്കന്ദരി മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി. അടുത്ത 4 വർഷത്തിനകം ഗതാഗത വിവരവിനിമയ രംഗത്ത് നടപ്പാക്കേണ്ട പുതിയ വികസന പദ്ധതികളെക്കുറിച്ചും യോഗത്തിൽ ചർച്ച നടന്നു. മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായിരിക്കും മുൻഗണന നൽകുകയെന്ന് മന്ത്രാലയത്തിന്റെ PR വകുപ്പ് ഡയറക്ടർ അഹമ്മദ് അൽ ഹുസൈനി പറഞ്ഞു. ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി, സർക്കാർ സംവിധാനങ്ങൾക്കായി ഏകജാലക സംവിധാനം തുടങ്ങിയവ സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. ജനാധിപത്യ പരിഷ്കരണം ആവശ്യപ്പെട്ട് ബഹ്റൈനിലെ മനാമയിൽ ആയിരങ്ങൾ അണിനിരന്ന മാർച്ച് നടന്നു. ഭരണമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹ്റൈനിൽ നടന്ന പ്രതിഷേധങ്ങളെ പോലീസ് അടിച്ചമർത്തിയിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന മാർച്ച് സമാധാനപരമായിരുന്നു. ചുവപ്പും വെള്ളയും കലർന്ന ബഹ്റൈനിന്റെ പാറിപ്പറക്കുന്ന കൊടികളും രാഷ്ട്രീയ തടവുകാരുടെ ചിത്രങ്ങളുമേന്തിയാണ് ആയിരങ്ങൾ മനാമയുടെ തെരുവുകളിൽ അണിനിരുന്നത്. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയ്ക്കെതിരെയും പ്രധാനമന്ത്രി ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയ്ക്കെതിരെയും ശക്തമായ മുദ്രാവാക്യങ്ങളാണ് പ്രക്ഷോഭകർ മുഴക്കിയത്. തങ്ങളുടെ പ്രക്ഷോഭം ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണെന്നും അവർ വ്യക്തമാക്കി. ബഹ്റൈനിൽ ഭരണമാറ്റം ആവശ്യപ്പെട്ട ഷിയ വിഭാഗം പ്രക്ഷോഭം തുടങ്ങിയിട്ട് 2 വർഷമായി. ഇതുവരെയുള്ള പ്രക്ഷോഭങ്ങളിൽ 35 പേരാണ് ബഹ്റൈനിൽ കൊല്ലപ്പെട്ടത്. ഈജിപ്തിൽ മുഹമ്മദ് മുർസിക്കെതിരെ പ്രചരണം നടത്തിയ ഓൺലൈൻ ഗ്രൂപ്പിന്റെ ചുവട് പിടിച്ചാണ് ബഹ്റൈനിലും പ്രക്ഷോഭകർ സംഘടിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. കുവൈത്തിൽ വിദേശ എംബസികളിലെ അഭയകേന്ദ്രങ്ങൾ വഴി രോഗങ്ങൾ പടരുന്നതായി റിപ്പോർട്ട്. എത്യോപ്യൻ എംബസിയുടെ അഭയകേന്ദ്രത്തിൽ ക്ഷയരോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയം വിദേശകാര്യ വകുപ്പിനെ ഉത്കണ്ഠ അറിയിച്ചു. രാജ്യത്തെ പല എംബസികളുടെയും അഭയകേന്ദ്രങ്ങൾ ആൾബാഹുല്യം കാരണം ബുദ്ധിമുട്ടുകയാണ്. സാധാരണ ഫ്ളാറ്റുകളിൽ 40-50 പേരാണ് പല അഭയകേന്ദ്രങ്ങളിലും താമസിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എത്യോപ്യൻ വീട്ടുജോലിക്കാർക്കുള്ള അഭയകേന്ദ്രത്തിൽ 15 അന്തേവാസികൾക്ക് ക്ഷയരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. എത്യോപ്യൻ അഭയകേന്ദ്രത്തിൽ അന്തേവാസികൾ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും പ്രയാസപ്പെടുന്നതായി കഴിഞ്ഞ ദിവസം പ്രാദേശിക പത്രം വാർത്ത നൽകുകയും ചെയ്തു. ഇതോടെ ആരോഗ്യ മന്ത്രാലയം ഈ വിഷയത്തിൽ തങ്ങൾക്കുള്ള ഉത്കണ്ഠ വിദേശകാര്യ വകുപ്പിനെ അറിയിച്ചു. രാജ്യത്തെ എല്ലാ വിദേശ നയതന്ത്ര കാര്യാലയങ്ങളോടും അഭയകേന്ദ്രങ്ങളുടെ കാര്യത്തിൽ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ ആവശ്യപ്പെടണം എന്നാണ് വിദേശകാര്യ വകുപ്പിന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അഭയകേന്ദ്രങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് 2010 സർക്കാർ പെരുമാറ്റച്ചട്ടത്തിൽ ഒരു കെട്ടിടത്തിൽ താമസിപ്പിക്കാവുന്ന പരമാവധി അന്തേവാസികളുടെ എണ്ണം, കെട്ടിടത്തിൽ ആവശ്യത്തിന് വായുസഞ്ചാരവും പ്രത്യേക മുറികളും ഉണ്ടായിരിക്കുക തുടങ്ങി ഒട്ടേറെ നിബന്ധനകൾ പറയുന്നുണ്ട്. എന്നാൽ പല എംബസികളും പെരുമാറ്റച്ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്നതാണ് വസ്തുത. സാൽമിയയിലെ ഇന്ത്യൻ എംബസി അഭയകേന്ദ്രത്തിന്റെ അവസ്ഥയും പരിതാപകരമാണെന്ന് പലതവണ പരാതികൾ ഉയർന്നിരുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈത്ത്. ചെറുകിട മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഫീസ് നിരക്കിൽ ഇളവ് വരുത്തിയതിനെ ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് സ്വാഗതം ചെയ്തു. 5 വിദേശ തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഒരാൾക്ക് മാസാന്തം 5 ദിനാർ എന്ന നിരക്കിൽ നൽകിയാൽ മതിയെന്നാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നത്. ബഹ്റൈനിൽ ചെറുകിട മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഫീസ് നിരക്കിൽ ഇളവ് വരുത്തിയതിനെ ബഹ്റൈൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് സ്വാഗതം ചെയ്തു. 5 വിദേശ തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഒരാൾക്ക് മാസാന്തം 5 ദിനാർ തോതിൽ നൽകിയാൽ മതിയെന്നാണ് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നത്. 5-ലധികം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ 10 ദിനാർ വീതം ഈടാക്കാനാണ് നിർദ്ദേശം. രാജ്യത്തെ 78% സ്ഥാപനങ്ങളും 5-ൽ താഴെ തൊഴിലാളികളുള്ളവരാണ്. പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായ പരിഗണനയാണ് ഈ ഫീസ് ഇളവിന് കാരണമെന്ന് ചേംബർ ചെയർമാൻ ഡോക്ടർ ഇസാം അബ്ദുള്ള ഫക്രു പറഞ്ഞു. 5 തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങളാണ് രാജ്യത്ത് ഭൂരിഭാഗം എന്നതിനാൽ ഇതിന്റെ പ്രയോജനം ചെറുകിട സ്ഥാപനങ്ങൾക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുവാൻ ചെറുകിട മേഖല ശക്തിപ്പെടേണ്ടതുണ്ട്. ചെറിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെ ഭാരം ലഘൂകരിക്കാൻ ഫീസ് നിരക്കിലുള്ള ഈ ക്രമീകരണം സഹായിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. മദീനയിൽ വിവിധ വകുപ്പുകൾക്ക് കീഴിൽ ഹജ്ജ് തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഉംറ തീർത്ഥാടകരുടെ തിരിച്ചുപോക്ക് അവസാനിച്ചതോടെ ഹജ്ജ് മന്ത്രാലയം, പാസ്പോർട്ട്, മസ്ജിദുൻ നബവി കാര്യാലയം,
സിവിൽ ഏവിയേഷൻ അതോറിറ്റി, ട്രാൻസ്പോർട്ട്, ആരോഗ്യം തുടങ്ങി ഹജ്ജുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കീഴിലാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. ഹജ്ജ് വേളയിലെ താൽക്കാലിക ജോലികൾക്ക് 200 പേരെ തിരഞ്ഞെടുത്തതായി മദീന ഹജ്ജ് മന്ത്രാലയ ബ്രാഞ്ച് ഓഫീസ് മേധാവി മുഹമ്മദ് അൽ ബീജാവി പറഞ്ഞു. തീർത്ഥാടന അവധി ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് കുവൈത്ത് തൊഴിൽ മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. ഹജ്ജ് നിർവഹിക്കാൻ സിവിൽ സർവീസ് കമ്മീഷൻ വിഭാഗം അനുവദിക്കുന്ന 40 ദിവസത്തെ അവധി ഒരു വിഭാഗം തൊഴിലാളികൾ ദുരുപയോഗം ചെയ്യുന്നതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയത്. ഹജ്ജ് ഓപ്പറേറ്റർമാരിൽ നിന്നും രേഖ സമ്പാദിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് വിനോദയാത്ര പോകുന്നതായും മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട്. വ്യാജരേഖകൾക്കായി ചില ഹംലകൾ 150 ദീനാർ വരെ ഈടാക്കുന്നുണ്ട്. ട്രാഫിക് നിയമലംഘനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളിൽ കൃത്രിമം നടത്തുന്നത് സംബന്ധിച്ച സുപ്രധാന തെളിവുകൾ ലഭിച്ചതായി ദുബായ് പോലീസ് ട്രാഫിക് വിഭാഗം വ്യക്തമാക്കി. വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് നമ്പർ പ്ലേറ്റുകളിലെ അക്കങ്ങളിൽ മാറ്റം വരുത്തുന്നത്. ഈ വർഷം മാത്രം 4000 ഡ്രൈവർമാർ പിടിയിലായെന്ന് അധികൃതർ അറിയിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. വാഹനത്തിനുള്ളിലെ പുകവലി പൂർണ്ണമായും വിലക്കാൻ UAE തീരുമാനിക്കുന്നു. കാറിൽ നിന്നും സിഗരറ്റ് കുറ്റി പുറത്തേക്കിട്ടാൽ 500 ദിർഹം പിഴയും ലൈസൻസിൽ 4 ബ്ലാക്ക് പോയിന്റും ശിക്ഷ ലഭിക്കും. പുതുതായി രൂപം നൽകിയ UAE നിയമത്തിലാണ് ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതെന്ന് ദുബായ് ട്രാഫിക് പോലീസ് മേജർ ജനറൽ സെയ്ഫ് അൽ സഫീൻ അറിയിച്ചു. അൽ ജസീറ അമേരിക്കയ്ക്ക് നല്ല രീതിയിലുള്ള സ്വീകരണമാണ് രാജ്യത്ത് ലഭിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. ചാനൽ തുടങ്ങിയ ദിവസങ്ങൾക്കകം തന്നെ അൽ ജസീറ അമേരിക്ക ചർച്ചാ വിഷയമായി കഴിഞ്ഞു. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാകുമെന്നും പക്ഷപാതമില്ലാതെ വാർത്ത നൽകാൻ ശ്രമിക്കുമെന്നുമാണ് അൽ ജസീറ അമേരിക്കയുടെ ഉദ്ഘാടന ദിവസം ചാനലിന്റെ താൽക്കാലിക CEO ഇഹാബ് അൽ ഷിഹാബി പറഞ്ഞത്. BBC ചാനലിന്റെ മോഡലാക്കിയാണ് അൽ ജസീറ അമേരിക്ക തുടങ്ങുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. തുടക്കമെന്ന രീതിയിൽ 49 മില്യൺ പ്രേക്ഷകരിലേക്ക് മാത്രമാണ് അൽ ജസീറ അമേരിക്ക എത്തുന്നതെന്നും 1-2 വർഷത്തിനുള്ളിൽ ഇരട്ടിയായി വർദ്ധിക്കുമെന്നും ചാനൽ CEO പറഞ്ഞു. അമേരിക്കയിലെ പ്രധാന ചാനലുകളായ ഫോക്സ് ന്യൂസ്, CNN, NNBC എന്നീ ചാനലുകളിൽ നിന്നും പ്രമുഖരായ പല ജേർണലിസ്റ്റുകളെയും ചാനലിലേക്ക് നേരത്തെ തന്നെ കൊണ്ടുവന്നിരുന്നു. ABC ന്യൂസിന്റെ മുതിർന്ന ജേർണലിസ്റ്റായ കേറ്റ് ഓ ബ്രയാൻ ഉൾപ്പെടെ പലരും ചാനലിന്റെ തലപ്പത്തുണ്ട്. മികച്ച ടീമാണ് അൽ ജസീറ അമേരിക്കയ്ക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് CEO കൂട്ടിച്ചേർത്തു. We feel excited. We are speechless, and I can see the morale of the team. I think this was a fantastic journey for the team. റമീസ് ചാത്യാറ, മീഡിയ 1, ഖത്തർ. ഒമാനിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡിന്റെ നിർമ്മാണം അടുത്ത വർഷം അവസാനം പൂർത്തിയാകും. ഇതോടെ ഒമാൻ സൗദി യാത്രയിൽ 1200 കിലോമീറ്റർ കുറയ്ക്കാനാകുമെന്നാണ് കണക്കാക്കുന്നത്. ഒമാനിലെ ഇബ്രിക്ക് സമീപം അൽറാബ് ഹാലി വഴിയാണ് സൗദിയിലേക്ക് റോഡ് നിർമ്മിക്കുന്നത്. ഇതിനായി സുൽത്താനേറ്റ് നിർമ്മിക്കേണ്ട 160 കിലോമീറ്റർ പാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. സൗദി അതിർത്തി മുറിച്ചു കടക്കുന്ന 10 കിലോമീറ്റർ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. സൗദിയുടെ ഭാഗത്ത് റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതാണ് പദ്ധതി വൈകാൻ കാരണമെന്ന് ഒമാൻ റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ നൊയ്മിയെ ഉദ്ധരിച്ച് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൗദിയിലെ അൽബത്തയെ ഒമാനുമായി ബന്ധിപ്പിക്കുന്ന 519 കിലോമീറ്റർ റോഡ് അടുത്ത വർഷം പൂർത്തിയാക്കുമെന്ന് സൗദി ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒമാനിൽ നിന്നുള്ള ഹജ്ജ് ഉംറ യാത്രകളും റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ എളുപ്പമാകും. ഒമാനിൽ നിന്ന് സൗദിയിലേക്ക് പോകാൻ UAE വഴി ചുറ്റിത്തിരിഞ്ഞ് പോകേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഈ റോഡ് വരികയാണെങ്കിൽ ഉംറയ്ക്കും ഹജ്ജിനും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സൗദിയിലേക്ക് എത്താൻ നേരിട്ടുള്ള റോഡാണ് വരുന്നത്. ഇത് പ്രവാസികൾക്കുൾപ്പെടെ എല്ലാവർക്കും, ഈ സ്വദേശികൾക്കും പ്രവാസികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു റോഡായി തീരും. സൗദിയിലേക്കുള്ള തീർത്ഥാടനത്തിന് പുറമെ സൗദിയിൽ നിന്ന് ഒമാനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവും അൽറാബ് ഹാലി അതിർത്തി റോഡിലൂടെ വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. കേരള രാഷ്ട്രീയത്തിലെ സമകാലിക വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് ഇന്ത്യ കുവൈത്ത് സിംപോസിയം സംഘടിപ്പിച്ചു. വീണ്ടും വിചാരം തേടുന്ന കേരള രാഷ്ട്രീയം എന്ന തലക്കെട്ടിൽ നടന്ന ചർച്ചയിൽ പ്രമുഖ പ്രവാസി സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. സോളാർ വിവാദവും സെക്രട്ടേറിയറ്റ് ഉപരോധവും തുടങ്ങി വർത്തമാന കേരള രാഷ്ട്രീയത്തിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്ത സിംപോസിയം KAG പ്രസിഡന്റ് സക്കീർ ഹുസൈൻ തുവൂർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം നേടി 6 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പട്ടിണിയും പ്രാഥമിക സൗകര്യങ്ങളുടെ അഭാവവും മൂലം ജനലക്ഷങ്ങൾ നമ്മുടെ നാട്ടിൽ നരകയാതന അനുഭവിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനാധിപത്യത്തിലെ തിരുത്തൽ ശക്തികളായി വർത്തിക്കുന്നതിൽ പ്രതിപക്ഷം വീഴ്ച വരുത്തുന്നത് കേരള രാഷ്ട്രീയത്തിലെ പതിവ് കാഴ്ചയാണെന്നും ധാർമ്മികതയിലധിഷ്ഠിതമായ ക്ഷേമരാഷ്ട്രം രൂപീകരിക്കുന്നതിന് രാഷ്ട്രീയ കക്ഷികൾ വീണ്ടും വിചാരത്തിന് തയ്യാറാകണമെന്നും വിഷയം അവതരിപ്പിച്ച റഫീഖ് ബാബു പറഞ്ഞു. സത്താർ കുന്നിൽ, ചെസിൽ രാമപുരം, അബ്ദുറഹീം, ഫൈസൽ മഞ്ചേരി തുടങ്ങിയവർ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുത്തു. യൂത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് അനീസ് അബ്ദുസലാം അധ്യക്ഷനായിരുന്നു.
ചടങ്ങിൽ യൂത്ത് ഇന്ത്യ ഫോട്ടോമി ഫോട്ടോഗ്രാഫി മത്സര വിജയിക്കുള്ള സമ്മാന വിതരണം ഷബീർ മണ്ടോളി നിർവഹിച്ചു. മീഡിയ 1 കുവൈറ്റ്.